പെരുമണ്ണ വെള്ളാക്കോട് റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് തീപിടിച്ചു. വൈകുന്നേരം 3 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ പാർട്ടീഷൻ വർക്ക് നടക്കുന്നതിനിടെ വെൽഡിംഗ് തരികൾ വീണാണ് തീപിടുത്തം ഉണ്ടായത്. വെൽഡിംഗ് തരികൾ സ്പോഞ്ചിലും തെർമോക്കോളിലും വീണ് തീ പടരുകയായിരുന്നു. അരമണിക്കൂറായിട്ടുണ്ട്. വെള്ളം ബക്കറ്റിലെടുത്തിട്ട് ആ പൈപ്പില്ലേ, പൈപ്പ് വെള്ളം കുറേശ്ശെ വരുന്നത്. ആ സ്ത്രീകളൊക്കെ നമ്മളെ പണിക്കാർ സ്ത്രീകളൊക്കെ പാടെ കൂടിയിട്ട് പിന്നെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് പാർന്നു. വേറെ ഇന്ത്യക്കാരുണ്ട്, പണിക്കാരുണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇവിടെ തൊട്ടടുത്ത് പണിയെടുക്കുന്നു. തൊട്ടപ്പുറത്ത് തൊഴിലുറപ്പ് ജോലി ചെയ്തിരുന്ന വനിതകൾ പുക ഉയരുന്നത് കണ്ട് ഓടി വന്ന് ദ്രുതഗതിയിലുള്ള ഇടപെടലും മൂലം വലിയ നാശനഷ്ടം ഒഴിവാക്കാൻ സാധിച്ചു. തീ പടരുന്നത് തടയാനും സാധിച്ചു. തൊഴിലുറപ്പ് ജോലി ചെയ്യുമ്പോൾ പുക പോണ കണ്ടിട്ട് ഞങ്ങൾ ഓടി വന്നു. ബക്കറ്റിൽ വെള്ളം എടുത്ത് പൈപ്പിൽ നിന്നൊക്കെ വെള്ളം എടുക്കുമ്പോഴേക്ക് മീഞ്ചന്ത ഫയർ സ്റ്റേഷനിൽ നിന്നും 2 യൂണിറ്റ് വണ്ടികൾ മിന്നൽ വേഗതയിലാണ് സ്ഥലത്തെത്തിയത്. ഹാപ്സ് ട്രേഡേഴ്സ് എന്ന സ്വകാര്യ സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. വലിയ നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ലാതെ തീ അണയ്ക്കാൻ സാധിച്ചു. സ്പോഞ്ചിലേക്ക് വീണിട്ട് ഇവിടെ ഇരിക്കണത് പണിക്കാര് കത്തിപ്പോയത്. സ്പോഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ വെൽഡിങ്ങിന് വർക്ക് നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ തീ വീണിട്ട് ഇവിടെ ഒരു സ്പോഞ്ചും അപ്പോൾഷയുടെ യൂണിറ്റാണ്. അപ്പോൾ അതിനകത്തൊക്കെ തീ വീണിട്ട് ഇല്ല, ഒരുപാടൊന്നുമില്ല. അപ്പോഴത്തേക്കും ഇവിടെ പണിക്കാരും തൊഴിലുറപ്പ് ആൾക്കാരൊക്കെ വന്ന് പെട്ടെന്ന് വന്ന് എല്ലാം പെട്ടെന്ന് ശരിയായി. ബസ്സൊക്കെ വിളിച്ചോടനെ തന്നെ വന്നിട്ടുണ്ടായി. അപ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർക്ക് വലിയ നഷ്ടം വരേണ്ടതായിരുന്നു. ഒരുപാട് സ്റ്റോക്കൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ അതൊന്നും കാര്യം സംഭവിച്ചില്ല. പെട്ടെന്ന് എടുക്കാൻ പറ്റും. പെരുമണ്ണ വെള്ളായിക്കോട് റോട്ടിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ഒരു 3 വർഷമായിട്ട് ഈ വീട്ടുപകരണങ്ങളൊക്കെ വളരെ വില കുറച്ചൊക്കെ കൊടുക്കുന്നൊരു സ്ഥാപനം റൺ ചെയ്ത് പോവുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അത് വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഫർണിച്ചറും കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കുറേ കാലമായിട്ട് ഇവിടെ ഇപ്പോൾ നല്ല ആളുകളുടെയൊക്കെ നല്ല സപ്പോർട്ടുള്ളതിൻ്റെ പേരിൽ അത്യാവശ്യം നമുക്ക് ബിസിനസ്സൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ഫർണിച്ചറും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പാർട്ടീഷൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെൽഡിങ്ങിൻ്റെ വർക്കിൻ്റെ ഒരു ഇത് തട്ടിയിട്ട് ഈ സോഫയിലൊക്കെ പിടിച്ചിട്ടത് തീ പിടിച്ചതാണ്. അപ്പോൾ കുറേയധികം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നോമ്പ് പ്രമാണിച്ചിട്ടൊക്കെ നമ്മൾ അത്യാവശ്യം കുറേ സ്റ്റോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോകുന്ന അവസ്ഥയൊക്കെ ആയിപ്പോയി. പക്ഷേങ്കിലും നമ്മുടെ നാട്ടുകാരുടെയും എല്ലാം നല്ല സപ്പോർട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കുടുംബശ്രീയുടെ ആളുകളൊക്കെ വന്നിട്ട് പെട്ടെന്ന് കെടുത്തുകയുണ്ടായി. വലിയ ലോസ് ഒഴിവായി. അതുപോലെ ഫയർഫോഴ്സും വിളിച്ചൊരു ഉദ്ദേശിച്ചില്ല എത്രയും പെട്ടെന്ന് എത്തുമെന്ന് പ്രതീക്ഷയില്ല. വളരെ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 1 അവർ വളരെ പെട്ടെന്ന് തന്നെ അവരോട് എത്തി. അപ്പോൾ നമ്മുടെ ആളുകളെല്ലാം കൂടി സഹകരിച്ചിട്ട് വലിയൊരു ലോസ് ഒഴിവായി എന്ന് പറയാം. സ്ഥിരമായി സാധനങ്ങളെല്ലാം വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് ഗോഡൌണിൻ്റെ രൂപത്തിലാണ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി വിപുലീകരണത്തിന്റെ ഭാഗമായി സ്റ്റോക്ക് വളരെയേറെ വർദ്ധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തീ പടരാഞ്ഞത് വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി. പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക്, ഫർണിച്ചർ അങ്ങനെ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. പുതിയത് മാത്രമല്ല, സെക്കൻഡ് സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്.